സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു വരുന്ന ഈ സമയത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നും നാളെയും 2 ദിവസങ്ങളിലായിട്ടുള്ള പരിപാടികൾ നടക്കുകയാണ്. ഈ 2 ദിവസത്തിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാൻ്റെ അനുസ്മരണമായിട്ടാണ് നടത്തുന്നത്. നാളെ കഥകളി ക്ലബിൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന അഗ്നിശർമ്മൻ എന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനുസ്മരണവും നാളെ നടക്കുന്നു. ഈ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് കഥകളി ക്ലബ്ബ് ഒരുപാട് പൂർവ്വസൂരികൾ അനുസ്മരിക്കുന്നുണ്ട്. അത് ആദ്യകാലം ഫെബ്രുവരി തുടങ്ങിയ മുതൽ നമുക്കതിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കൃഷ്ണകുട്ടി പുതാളാശാനെ അനുസ്മരിച്ചു കൊണ്ട് തുടങ്ങി. തുടർന്ന് കഥകളി രംഗത്ത് മാത്രമല്ല, മറ്റ് ക്ലാസിക്കൽ കേരളീയ കലാരൂപങ്ങളിലും നമ്മൾ അവരെയും അനുസ്മരിച്ച് നടത്തിയിട്ടുണ്ട്. തുടർന്ന് മാസങ്ങളിലും പതിവ് പോലെ കുറുപ്പാശാൻ, ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ്റെ പരിപാടി ഒക്ടോബറിലുണ്ട്. നവംബർ മാസത്തിൽ നീലകണ്ഠൻ നമ്പീശൻ്റെ അനുസ്മരണം കഥകളി ക്ലബിൻ്റെ വേദിയിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഈ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ചില പുണ്യകർമ്മങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാസം വേറൊരു പരിപാടി കൂടി ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് നമ്മളത് മാക്സിമം ഉപയോഗിക്കുന്നു. ആശാനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് വെറും ചടങ്ങല്ല, ആശാൻ്റെ അനുസ്മരണമായിട്ട് ആശാൻ്റെ കളികൾ കണ്ട് ഒരുപാട് അരങ്ങുകളിൽ പരിചയമുള്ള ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് കളികൾക്ക് നടന്നിട്ടുള്ളതാണ്. ഇരിങ്ങാലക്കുട ഇവിടെ നമ്മുടെ സദസ്സിന് അത്ര പരിചയം ഉണ്ടാവില്ല. ക്ലബ്ബിൽ പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്, പല സെമിനാറിലും പങ്കെടുത്തിട്ടുണ്ട്. പുല്ലാനിക്കാട് എന്ന് നമ്മൾ പറയുന്ന PM നാരായണൻ മാഷ്, അദ്ദേഹമാണ് ഇന്ന് അനുസ്മരണ പ്രഭാഷണത്തിന് വന്നിട്ടുള്ളത്. മാഷെ പരിചയപ്പെടുത്തുക വെച്ചാൽ അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് വിരമിച്ച വ്യക്തിയാണ്. കലാസാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ കലാ സാംസ്കാരിക രംഗത്തെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഇത്രയധികം പണിയെടുക്കുന്ന ഒരാളെ എൻ്റെ പരിചയത്തിൽ ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിദ്യാഭ്യാസ ഭാഗത്തായാലും കലാരംഗത്തെയും ചിത്രരചന എന്തായാലും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന ആ പ്രവൃത്തിയിലാണ് അദ്ദേഹം കൂടുതൽ
ആ ഫേസ്ബുക്കിലൊക്കെ നോക്കി അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലെയും കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അധികം കാണാറില്ല. ഒരുപാട് കളികൾക്ക് ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ആശാനെ അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ ഭദ്രദീപം തെളിയിക്കാം. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 2 പേരെ നമുക്കിന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കഥകളി രംഗത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള കൃഷ്ണൻകുട്ടി ആശാനും നന്ദകുമാർ ആശാനും. ഇവർ 2 പേരും ഇന്നിവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ ആ രാമൻകുട്ടി ആശാനോടുള്ള ഒരു ഭക്തി അവരുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് അവർ 2 പേരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഈ ഭദ്രദീപം തെളിയിക്കുന്നതിന് ക്ഷണിക്കുന്നു. തുടർന്ന് നാരായണ മാഷോട് 2 വാക്ക് സംസാരിക്കാനും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഥകളി കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് പോരാൻ തോന്നുന്നു. എൻ്റെ ചില മുതിർന്ന ആളുകളുടെ മടിയിലിരുന്ന് കഥകളി കാണാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ 60 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും. 60 കൊല്ലമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കളി കണ്ടു കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് പിന്നിലാണ് കഥകളി കാണൽ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തായിരുന്നു ഒരു പക്ഷേ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കഥകളി കാണാൻ നടന്നിരുന്നത്. അനിയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കഥകളി, എൻ്റെ ആദ്യകാല കഥകളി അനുഭവങ്ങൾ 2-3 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഇരിങ്ങാലക്കുടയാണ്. കോട്ടയ്ക്കലും അതുപോലെ കൊല്ലത്തിലൊരിക്കലും ഉണ്ടാവുള്ളൂ, ചെറുതൃപ്രയാറും. ഇങ്ങനെയൊക്കെ കഥകളി കണ്ടിട്ടാണ് ഞാൻ കഥകളിയോട് ഇഷ്ടം തോന്നി. പിന്നെ ഓടിപ്പാഞ്ഞ് നടന്ന് കഥകളി കാണുന്ന ഒരു കാലം. അത് കഴിഞ്ഞിപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം കഥകളി കാണുന്ന ഒരാളാണ് ഞാൻ. കഥകളിയിലെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ആചാര്യന്മാരിൽ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ചിലത് പറയുക എന്നുള്ളതൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഥകളിയെ ഓർത്തെടുക്കലാണ്. ആശാൻ്റെ വേഷം കണ്ടിട്ടുള്ളവർക്ക് വേറൊരു വർത്തമാനം അതിന് സഹായമായിട്ട് വേണ്ടി വരില്ല. രാമൻകുട്ടി നായർ ആശാൻ്റെ ഏത് വേഷവും ശ്രദ്ധിച്ച് കണ്ട, ആസ്വദിച്ച ഒരാൾക്ക് ആ ആസ്വാദനം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടേ ഉണ്ടാവില്ല. ആ അനുഭവം അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രൗഢിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും, അതിലൂടെ രാമൻകുട്ടി നായർ ആശാൻ്റെ വേഷത്തിലൂടെ കഥകളിക്ക് വന്ന ഉത്കർഷത്തെക്കുറിച്ചുമൊക്കെ അനവധി ആളുകൾ അനവധി സന്ദർഭങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. എനിക്ക് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. അതായത് കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാൻ്റെ കഥകളി രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹം മൂലം കഥകളിക്കുണ്ടായ ഉത്കർഷത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ല അത്. പക്ഷേ ഞാൻ പലപ്പോഴും ഈ കലാകാരന്മാരെ ഇങ്ങനെ അടുത്ത് പരിചയപ്പെടുന്ന കലാകാരന്മാരെയൊക്കെ വായിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇവരുടെ ജീവിതവും
അവരുടെ കലാജീവിതവും അവരുടെ സാമൂഹ്യ ജീവിതമൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കാനുള്ള ശ്രമം ചിലപ്പോഴൊക്കെ നടത്താറുണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് പെടുത്താം. അപ്പോൾ ഉദാഹരണത്തിന് ചിലവരുടെ വ്യക്തി ജീവിതവും കാവ്യജീവിതവും അല്ലെങ്കിൽ കലാജീവിതവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും ഒന്ന് തന്നെ. ഇപ്പോൾ പി കുഞ്ഞിരാമൻ നായരെ പോലുള്ളൊരു കവിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതവും ഒന്ന് തന്നെയായിരുന്നു. അത് തമ്മിൽ പരസ്പരം മാറിപ്പോവായിരുന്നു. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുമ്പോൾ അയ്യോ എനിക്ക് ചുണ്ണാമ്പ് നിലാവും വേറെ അറിയുന്നില്ല എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞൊരനുഭവമുണ്ട് കുഞ്ഞിരാമൻ നായരുടെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ നിത്യജീവിതവും തൻ്റെ കലാജീവിതവും തമ്മിൽ കാവ്യജീവിതവും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല. എന്നാൽ വൈലോപ്പിള്ളിയെ പോലെയുള്ള ചില കവികൾ, വൈലോപ്പിള്ളി ഒരു മഹത്തായ കവിതകൾ എഴുതിയ മഹാനായ കവിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല, അത് വ്യത്യസ്തമായിരുന്നു. രാമട്ടിയാരാശാനിൽ ഒരു പരിധിവരെ ഇണങ്ങിയും വേർപിരിഞ്ഞും ഈ സാമൂഹ്യ ജീവിതവും കലാജീവിതവും ഇടകലർന്ന് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇപ്പോൾ ഇവിടെ വെച്ച് പറയാവുന്നത് പറഞ്ഞാൽ ഒരു പക്ഷേ അത് നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ കമ്മിയായിരിക്കാം. എന്നാൽ അങ്ങനത്തെ ഒരു 1-2 അനുഭവങ്ങൾ പറയൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ കലാമേഖലയായ കഥകളിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും രണ്ടും തമ്മിലുള്ള ഇഴപിരിഞ്ഞ് നിൽക്കാതെ ചേർന്ന് നിൽക്കുന്ന ചില അനുഭവങ്ങളാണ്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ, അത് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. മറ്റൊക്കെ എല്ലാവരും പറഞ്ഞു തീർത്താണ്, അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. 1990കളുടെ ആദ്യമാണെന്ന് തോന്നുന്നു, 89-90 ആയിരിക്കണം. രാമകുട്ടിനാരാശാനും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനന്ന് 3 വയസ്സേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുമായിരുന്നു. ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ രാമകുട്ടിയാരാശാനും പാലനാട് ദിവാരം മാഷും കയറി. അവർ കരിക്കകം കഥകളിക്ക് പോവുകയാണ്. അപ്പോൾ ആശാൻ എന്നെ കണ്ട ഉടനെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു. മാഷോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ചില കാര്യങ്ങൾ എങ്ങോട്ടാ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ കഥകളിയെ പറ്റി പറഞ്ഞു. അപ്പോൾ എൻ്റെ മകനിങ്ങനെ എൻ്റെ മടിയിലും വൈഫിൻ്റെ മടിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാൻ വെച്ച് രാമകുട്ടിയാശാനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ മടിയിലിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്. കൈ വെച്ചപ്പോൾ കൈമിൽ മോതിരങ്ങളുണ്ടല്ലോ, രാമകുട്ടിയാശാൻ്റെ കൈയിൻ്റെ മോതിരങ്ങൾ. ഈ മോതിരം ഇങ്ങനെ കണ്ടപ്പോൾ ഇവൻ ഇങ്ങനെ അവന് 3 വയസ്സാവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മോതിരം ഇങ്ങനെ കണ്ടിട്ടപ്പോൾ അവന് വലിയ ഒരു രസം തോന്നി. എന്നിട്ടിങ്ങനെ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ തൊടാൻ നോക്കി. അപ്പോൾ ആശാങ്കയുടെ ആശാന്ത് കണ്ടു, ആശാൻ കൈകൾ വെച്ചു. അപ്പോൾ അങ്ങനെ ആദ്യം ഇങ്ങനെ മുഖത്തൊക്കെ നോക്കി അങ്ങനെ ഇത് പറയണമൊന്നുമില്ല. വീണ്ടും ആശാങ്ങനെ കൈ വെച്ചു. അപ്പോൾ വീണ്ടും അവൻ തൊടാം. അതൊരു 3-4 തവണ കഴിഞ്ഞപ്പോൾ ഈ കൈ പിടിച്ചു, അവൻ കൈൻ്റെ വിരലിൽ പിടിച്ചു. പിന്നെ അവിടെ നടന്നത് ഞങ്ങളൊക്കെ അപ്രസക്തമാവുന്ന തരത്തിൽ അവൻ്റെ അച്ഛനും അമ്മയൊന്നും അവന് പ്രസക്തമായിട്ടുള്ള ഒരു കളിയായിരുന്നു. എത്രയോ നേരം ആശാനും ഇവനും കൂടിയുള്ള കളിയായിരുന്നു. സത്യത്തിൽ ഞാനത് കണ്ടത് ഒരു മുത്തച്ഛൻ കുട്ടിയെ കളിപ്പിക്കുന്ന പോലെയല്ല. ലവണാസുരത്തിൽ ഹനുമാൻ ഈ ലവകുശന്മാരെ ശരിക്കും പറഞ്ഞാൽ അതൊരു കളി തന്നെ, ഹനുമാൻ്റെ ഭാഗത്ത് നോക്കിയാൽ അതൊരു കളി തന്നെയായിരുന്നു. ലവകുശന്മാർ കുറച്ച് കാര്യമായിട്ട് ചെയ്യണം വെച്ചാലും ഇവൻ ഈ കൈ പിടിക്കലും മോതിരത്തിൻ്റെ ഭംഗി നോക്കലും എന്തോ ചോദിച്ചതിന് ചിലത് അവൻ്റെ ഭാഷയിൽ മറുപടി പറയലും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എങ്ങനെയാണ് ഒരു കഥകളി ചെയ്യുന്ന ലവണാസുരത്തിൽ ഹനുമാനെ ഒരു പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് ഇതിനേക്കാൾ മികച്ചൊരു അനുഭവം തരാൻ അദ്ദേഹത്തിന് വേറൊരാളുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഹനുമാൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു മുത്തച്ഛൻ്റെ ക്യാരക്ടറുമായിട്ട് ചേർന്നിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? അപ്പോൾ സത്യത്തിൽ ഹനുമാൻ എന്നൊരു കഥാപാത്രം ലവകുശന്മാരോട് പെരുമാറിയ പെരുമാറ്റത്തിൻ്റെ ചില അംശങ്ങളിങ്ങനെ കഥകളിയെ ഇങ്ങോട്ട് തൻ്റെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ കഥകളിയിലേക്ക് പിന്നീട് മാറ്റുകയൊക്കെ ഇതിൻ്റെ ഒരു ചേർച്ച അന്ന് കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവന് കുറച്ച് നേരം ഞങ്ങളൊന്നും ആവശ്യമേ ഉണ്ടായിരുന്നില്ല അവന്.
അപ്പോൾ അങ്ങനെ അതിൽ ആശാൻ്റെ ഈ ഭാവങ്ങൾ അതൊക്കെ നമുക്ക് ഈ കഥകളി കണ്ട് ശീലമുള്ളതുകൊണ്ട്, ആശാൻ്റെ വേഷമൊക്കെ കണ്ട് ശീലമുള്ളതുകൊണ്ട് ആ ഭാവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഞാനത് ശരിക്കും ആസ്വദിച്ചു. ശരിക്കും ഒരു കഥകളി കാണുന്ന പോലെ ആസ്വദിച്ചിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു രാമടേശൻ്റെ ഒരു സവിശേഷതയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ചെയ്യുന്ന കഥകളിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ ഇങ്ങനെ ചില ബന്ധപ്പെടുത്തലുകൾക്ക് സാധ്യതയുള്ളതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു അനുഭവം അതെൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അപ്പൂട്ടമാഷൊക്കെ അതിന് സാക്ഷിയാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എൻ്റെ മകനൊക്കെ പഠിച്ചിരുന്ന കാരാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവമാണ്, സ്കൂൾ തലത്തിലുള്ള കലോത്സവം. അത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു വിശിഷ്ട വ്യക്തിയെ കിട്ടണം എന്ന് അവിടുത്തെ അധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള 1-2 പേര് പറഞ്ഞു. അപ്പോൾ ആരാ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് രാമട്ടിയാരാശൻ മതി, വിളിച്ചാൽ അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ വരും, വിളിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചു. എന്താ വിഷമം? ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പൂട്ടൻ്റെ കാറിൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്നിട്ട് അങ്ങനെ ഉദ്ഘാടനം അവിടുന്ന് ഒരു 10-15 മിനിറ്റ് നേരം സരസമായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞു. ഒരു പ്രസംഗം എന്നൊന്നും അതിനെ പറയാൻ വയ്യ, ശരിക്കും വർത്തമാനം തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ് ഉദ്ഘാടനം നടത്തി ഒരു ഷാളൊക്കെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അധ്യാപകരിൽ ചിലർ പറഞ്ഞു, ആശാനായിട്ട് നമ്മുടെ കുട്ടികളോട് വർത്തമാനം പറയാൻ ഒരു അവസരം. അവിടെ ഇപ്പോൾ പൊതുവായിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അപ്പുറത്ത് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ 10-30 കുട്ടികളെ വിളിക്കുന്നുണ്ട്. അവരോട് ആശാൻ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായി, കഥകളിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായി എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ കുഴപ്പമില്ല, അങ്ങനെ ആശാനോട് അതാവാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 30-40 ഇടയ്ക്ക് കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ വെച്ചിരുത്തി ആശാൻ അവിടെ ചെന്നിരുന്നു. അന്ന് ആശാനെ ഈ അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിൽ നിന്നൊന്ന് മോചിതനായിട്ട് ഉള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ ആശാൻ ഇരുന്നിട്ട് സംസാരിച്ചാൽ മതി, കുട്ടികളോട് ഇരുന്ന് സംസാരിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അവരോട് ചില കഥകളിയെപ്പറ്റി ചിലതൊക്കെ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ ചില കുട്ടികൾ ചില മറുപടിയൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് ഇങ്ങനെ മുദ്ര, ഇതെന്താ അറിയോ എന്ന് പറഞ്ഞ് താമര കാണിച്ചു. അപ്പോൾ കുട്ടികൾ പൂവ് പറഞ്ഞു, താമര എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചില മുദ്രകളൊക്കെ കാണിച്ച് അതൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആശാൻ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ നക്ഷത്രം എന്ന് കാണിച്ചു. നക്ഷത്രം എന്ന് കാണിച്ചപ്പോൾ ഇതെന്താ അറിയോ ചോദിച്ചു. സാധാരണ എനിക്ക് കുട്ടികൾ പറയാൻ സാധ്യതയില്ലാത്ത ഒരു ഇതാണ്. അതിലൊരു കുട്ടി എനിക്കറിയും നക്ഷത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അറിഞ്ഞ? അപ്പോൾ അതിനു മുമ്പ് അവളപ്പം അന്ന് 8ൽ പഠിക്കുകയാണ്. അവൾ 4ൽ പഠിക്കുമ്പോൾ രാമട്ടിയാരാശൻ അവിടെ വാക്കടപ്പുറം സ്കൂളിൽ എൻ്റെ അടുത്തുള്ള LP സ്കൂളിൽ വന്നിരുന്നു. അന്ന് ഇതുപോലെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അന്ന് എന്തോ നക്ഷത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവൾ നല്ല ഓർമ്മിച്ച് പറഞ്ഞു. ആശാന് ഭയങ്കര സന്തോഷമായി. പിന്നെ കണ്ടത് അവളോട് എന്തൊക്കെ അങ്ങനെ അറിയില്ലേ എന്ന് പറഞ്ഞു. പിന്നെ കണ്ടത് ആശാനയുടെ എണീറ്റ് നിൽക്കുകയാണ്. അതുവരെ ഇരുന്ന ആശാൻ എഴുന്നേറ്റ് നിന്നായി. പിന്നെ ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ നേരം കുട്ടികളോട് എഴുന്നേറ്റ് നിന്ന് ചില ഭാവങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെ വ്യത്യസ്തമായിട്ട് കഥകളി തന്നെ അത് മുഴുവൻ സംസാരിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രകടനത്തിൽ നിന്ന് കിട്ടിയ ഒരു ആവേശം, ഇത് കഥകളിയെ ഞാനപ്പോഴും അതൊരു കഥകളീയമായിട്ടാണ് വായിച്ചെടുത്തത്. രാമട്ടിയാരാശൻ അങ്ങനെ ഇന്നാൾ മേളം വേണമെന്നോ ഇന്നാൾ പാട്ട് വേണമെന്നോ അങ്ങനത്തെ പ്രത്യേക വാശികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം കൃഷ്ണകുട്ടിപ്പകാളും അപ്പൂട്ടിപ്പകാളും രാമട്ടിയാരാശനും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കിട്ടുന്ന ഒരനുഭവം. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ കുട്ടിയുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് ആശാനം കിട്ടുന്ന ഒരു ആവേശം ഉണ്ടാവുമ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് പക്കമേളക്കാർ പശ്ചാത്തലത്തിൽ ചെണ്ടയും മദ്ദളത്തിലായാലും പാട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ആവേശം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ ചേർത്തിങ്ങനെ വായിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറുപ്പാശാൻ്റെ പാട്ടും രാമട്ടിയാരാശൻ്റെ വേഷവും കൂടി യോജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥ കീചകവധമാണ്. കീചകനെ പറ്റി നമുക്കങ്ങനെ ഒരു നല്ല അഭിപ്രായമൊന്നുമില്ല. കീചകനൊരു മോശമായിട്ടുള്ള ആളായിട്ടാണ്. പക്ഷെ നിങ്ങൾ കുറുപ്പാശാൻ്റെ പാട്ടും രാമട്ടിയാശൻ്റെ വേഷവും കൂടിയുള്ള കണ്ടിവാർ കൊള്ളി കണ്ടാൽ നിങ്ങളൊരിക്കലും വലലൻ്റെ ഭാഗത്ത് നിൽക്കില്ല, നിങ്ങൾ കീചകൻ്റെ ഭാഗത്താണ് നിൽക്കുക. അത് ഒരു പക്ഷേ എല്ലാ നടന്മാർക്കും എല്ലാ പാട്ടുകാർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കല മനുഷ്യനെ, അല്ലെങ്കിൽ കലയിലെ കൂട്ടായ്മ എങ്ങനെയാണ് മനുഷ്യനെ
ഒന്നിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആവേശഭരിതനാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കഥകളി പാഠം അദ്ദേഹം ഈ ഇതിൽ പൊതുവാൾമാരുടെ മേളത്തോട് കൂടിയിട്ടുള്ള തൻ്റെ നിരവധി വേഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ജീവിതത്തിലും ഇങ്ങനെ ചില പ്രചോദനങ്ങൾ കിട്ടുമ്പോൾ എങ്ങനെ വ്യത്യസ്തനാകുന്നു, എങ്ങനെ ആവേശഭരിതനാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് തന്നെ മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി. അതും കൂടി ചേർത്ത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു, പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അന്ന് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ആശാനൊരു ഓണപ്പടയോ പിന്നെ കുറച്ച് പൈസ രൂപ എന്താ കൊടുത്തിട്ട് അത് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കണില്ല, നിങ്ങൾ എന്നെ കൊടുത്താൽ മതി പറഞ്ഞു. ഞാൻ ഇവിടെ അവിടെ നിന്ന് മാറി. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആശാൻ സമ്മതിച്ചില്ല, മേടിച്ചില്ല. പിന്നെ എനിക്കത് അറിയാമായിരുന്നു മേടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാനതുകൊണ്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിട്ട് ഗേറ്റിൻ്റെ അവിടെ പോകാൻ നേരത്ത് ഇങ്ങനെ കാറിൽ എന്നെ വിളിച്ചു, മാഷ് ഇവിടെ വരുമെന്ന്. എന്താ ചോദിച്ചാൽ, അല്ല എന്തോ കുറച്ച് പൈസയൊക്കെ തരുന്നുണ്ട്. അല്ല അത് ആശാന, ഞാൻ വേഷം കെട്ടിയാലേ പൈസ വാങ്ങാറുള്ളൂ, ഇവിടെ പ്രസംഗം ഉണ്ടായുള്ളൂ, പ്രസംഗത്തിന് ഞാൻ കാശ് വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വലിയ അനുഭവമുണ്ട്. ഞങ്ങൾ കുഞ്ചുവേട്ടൻ്റെയൊക്കെ ടി എൻ ഗണപതിയിൽ ഞങ്ങൾ കുഞ്ചുവേട്ടൻ ട്രസ്റ്റിൻ്റെ കളിവട്ടമുള്ള കാലത്ത് അതിൽ തന്നെ ഒരു പ്രവർത്തകനായിരുന്ന പഴയടം വാസുദേവ മാഷുടെ നാട്ടിലൊരു കഥകളി വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം പഴയടം പറഞ്ഞത് ആശാനോടാണ്, ആശാനൊക്കെ പങ്കെടുക്കുന്ന ഒരു കളി വേണമെന്നുണ്ട്. കാശൊന്നും ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അവിടെ കാശിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും ആശാൻ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ ഞാൻ വന്നോളാം. അങ്ങനെ ഹൈദരാലിയുടെ പാട്ടും ആശാൻ്റെ വേഷമൊക്കെ ആയിട്ട് ഒരു സമ്പൂർണ്ണ ദുര്യോധനവധം 15 മുതൽക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ആശാൻ്റെ അത്രയും നീളമുള്ളൊരു വേഷം കണ്ടിട്ടില്ല. അന്ന് രണ്ടാമത്തെ ദുര്യോധനനുമില്ല, ദൂതിലും ദുര്യോധനൻ രാമേശൻ തന്നെയാണ്. അങ്ങനെ ഉണ്ണിത്താൻ്റെ ദുശാസനൻ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആശാനൊക്കെ തുടച്ച് പോകാൻ നേരത്ത് പഴയടം ഒരു കവറുമായിട്ട് ചെന്നു. ഇതെന്താ കവറ് കൊണ്ട് ആശാൻ ഇതെന്താ ചോദിച്ചു. അല്ല അത് യാത്ര ചിലവേ ഉള്ളൂ. ഞാൻ ഇതിലല്ലല്ലോ വന്ന്, ഞാൻ മറ്റേ നിങ്ങളുടെ ജീപ്പിലല്ലേ വന്നു, മേലേടം ജീപ്പാണ്, ജീപ്പിലല്ലേ വന്നത്, അതിൽ തന്നെ എന്നെ അവിടെ കൊണ്ടാക്കണം, അത്രേ വേണ്ടു പറഞ്ഞു. അല്ല എന്നാലും അല്ല ഞാൻ അത് നേരത്തെ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏൽപ്പിക്കുമ്പോൾ തന്നെ കാശ് കഷ്ടിയാവും ഉണ്ടാവും, സംശയമാണ്, വാങ്ങില്ല പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നീളമുള്ള ഒരു വേഷം, ഇത്രയും നേരം ഒരു കത്തിവേഷം കെട്ടിയ വേറൊരു അനുഭവം എനിക്കില്ല. 15 മുതൽ ദൂത് വരെ ഒറ്റ ആൾ ചെയ്യുന്ന ആ വേഷം കെട്ടിയ അന്ന് രാമകുട്ടിയാശാൻ അവിടുന്ന് പൈസ വാങ്ങിച്ചില്ല. എത്ര നിർബന്ധിച്ചിട്ടും പൈസ വാങ്ങിയതാണ്. എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ജീപ്പിൽ അവിടെ വീട്ടിൽ കൊണ്ടുവിടണം എന്നൊരൊറ്റ കണ്ടീഷൻ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കല അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസവും ധൈര്യവും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള മനസ്സും അതൊക്കെ ആ കലയിൽ നിന്ന് കിട്ടിയതായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരന് ഉള്ള ഒരുപാട് നന്മകളുണ്ട്, അതും ആവാം. പക്ഷെ എന്തായാലും ഇതൊക്കെ കലാജീവിതവും അഭിനയ ജീവിതവും തമ്മിലുള്ള ഇണക്കങ്ങളാണ്. അതെങ്ങനെയൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ഇണങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് പഠിക്കാൻ പറ്റിയൊരു വ്യക്തിയായിരുന്നു രാമകുട്ടിയാശാൻ എന്നാണ് ഞാനിങ്ങനെ ഒരൊറ്റ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കഥകളി വേഷങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. മറ്റൊരു അനുഭവം അത് കുറച്ചുകൂടി തമാശയുള്ള അനുഭവമാണ്. എലമ്പിലാശ്ശേരിയിലെ എൻ്റെ നാട്ടിൽ രാമകുട്ടിയാശാൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ബാലവിജയൻ രാവണനാണ് നിശ്ചയിച്ചത്, അതിന് മുമ്പ് ദേവയാനി ചരിതമുണ്ട്. അപ്പോൾ ദേവയാനി ചരിതം അരങ്ങത്തിങ്ങനെ നടക്കുകയാണ്. അന്ന് ഈ കമൻട്രി പറയുക എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശുക്രാചാര്യരുടെ കണ്ട സരസ്വതീശ്വര രൂപമേ എന്നുള്ള അത് കഴിഞ്ഞിട്ട് ആശ്രമവർണ്ണനയാണ്. ആശ്രമവർണ്ണനയിൽ ഇങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ കമൻട്രി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനോ ഒന്ന് ഞാൻ അണിയറയ്ക്ക് ചെന്നപ്പോൾ രാമകുട്ടിയാശാൻ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചു, മാഷു അങ്ങോട്ട് വരൂ. എന്താ അവിടെ ശിഗ്നീശലപ്പെന്നോ അങ്ങനെ എന്തോ പറയണ കേട്ടു. അപ്പോൾ എനിക്ക് സംശയം, ഇനിയിപ്പോൾ ഈ കമൻട്രി പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റിയോ ഇനി അത് പറയാനാണോ? അതുണ്ടായി. അവിടെ ഈ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ അഗ്നികുണ്ഡത്തിൽ ശലഭങ്ങൾ
പാറി വീഴുകയും അവ മരിക്കാതെ അതിൽ ചെത്തൊടുങ്ങാതെ ചിറക് വീഴ്ത്തി പടന്നു അങ്ങനെ ഒരു ശ്ലോകം അത് ആടുകയാണ് ഉണ്ടായതാണ്. അപ്പോൾ ആശാനൊന്നൊരു ഉറക്കൊന്നുമല്ല, ഒരു ചിരി. ആ ചിരി നമുക്കറിയാലോ, കഥകളി വേഷത്തിൽ കത്തി വേഷത്തിൻ്റെ അല്ലെങ്കിൽ ഹനുമാൻ്റെയൊക്കെ ചിരി ഇടല്ലോ, അതേപോലുള്ളൊരു ഒരു ചിരി ചിരിച്ചിട്ട് ഈ കള്ളുടിക്കുന്ന സ്വാമിയുടെ അവിടെയാണ് ശിഖിരീശലമെന്ന്. ഞാനിങ്ങനെ ഇത് പിന്നീട് കച്ചം കെട്ടിയ വേഷക്കാരനോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും അതിങ്ങനെയാവില്ല പറഞ്ഞിട്ടുണ്ടാവുക. പറയുകച്ചാൽ ഇപ്പം എന്നോട് ചോദിച്ച പോലെ പറഞ്ഞു. ഞാനാകെ പേടിച്ച് ഇനി കമൻട്രി തെറ്റിയാണോ എന്ന് പറയണ്ട. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ ഈ ശരി ശരി എന്നും പറഞ്ഞു മാഷ് അങ്ങനെയോട് കിട്ടും. അപ്പോൾ അവിടെ ഞാൻ കാണുന്നത് വളരെ ജാഗരൂകമാണ് മനസ്സ്. കഥകളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തനിക്ക് തൻ്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും ഒക്കെ കാണാൻ പറ്റുന്നിടത്തും തനിക്ക് തൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടും എപ്പോഴും അതിൻ്റെ പെർഫെക്ഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഔചിത്യ ദീക്ഷയിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ശിഖിനീശലഭം ആടിയ ഒരു വ്യക്തിയെ കളിയാക്കലായിട്ടല്ല. അതിനൊരു യുക്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അരങ്ങത്ത് പ്രവർത്തിക്കുന്നതിന് ഏതിനും കഥകളിയുടേതായൊരു യുക്തിയും വേണം, അല്ലെങ്കിൽ കഥയുടേതായൊരു യുക്തിയും വേണമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അത് നിങ്ങൾക്ക് വേഷം കണ്ടിട്ടൊക്കെ നമുക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഒരിക്കലും അദ്ദേഹം ഈ വാചാലത ഉണ്ടായിരുന്നില്ല. ഒരു വേഷത്തിനും അദ്ദേഹത്തിന് വാചാലമായിരുന്നില്ല. കൃത്യം ഒതുക്കിയ ഒരു നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിൽ ഇങ്ങനെ കൃത്യമായി ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലാണ് ആശാൻ്റെ എല്ലാ വേഷങ്ങളും. അത് ഏറ്റവും ഉദ്ധതമായ പരശുരാമനായാലും ഏറ്റവും സൗമ്യം എന്നോ എന്താ പറയേണ്ടത് വെച്ചാൽ അങ്ങനെ ആയിട്ടുള്ള ഈ ധർമ്മപുത്രരുടെ വേഷമായാലും കാലകേയത്തിൽ അർജുനായാലും നരകാസുരനായാലും എല്ലാം അതിനൊരു ദുഃഖമുണ്ട്. അതിങ്ങനെ അതിനൊരു നമ്മളിങ്ങനെ ഒരു ഫ്രെയിം ഇങ്ങനെ വരച്ചു കൊടുത്താൽ ആ ഫ്രെയിമിൽ നിന്ന് സദാ ആ ഫ്രെയിമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് പുറത്ത് കടക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിനാവും. അത് രാമടിയാരാശൻ്റെ സമകാലികനും അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലൊക്കെ വല്ലാതെ ഇടപെടുകയും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കിള്ളിമലങ്കലം വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരിക്കൽ ആശാൻ്റെ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുകയുണ്ടായി, മികച്ച കലാകാരൻ എന്ന് പറയുന്ന ആൾ കലയുടെ കൃത്യമായ വൃത്തത്തിൽ നിൽക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് ലംഘിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ്. വൃത്തത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയും ഉചിതമായ സന്ദർഭത്തിൽ ആ വൃത്തത്തെ ലംഘിക്കുകയും ചെയ്യുന്ന ആളാണ് കലാകാരൻ എന്ന് ഒരിക്കൽ പറയണ്ടായി. രാമടിയാരാശൻ്റെ വേഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ ഒട്ടും അതിവാചാലമാകാതെ അല്ലെങ്കിൽ എന്താ പറയുക ആവശ്യത്തിൽ ഒട്ടും അധികം ചെയ്യാതെ, എന്നാൽ ചെയ്യുന്നതിനൊക്കെ 100% എന്താ മനസ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ ഊർജ്ജം ചെലവിക്കുക. അതൊക്കെ എല്ലാവരും പറയുന്നതാണ്. എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവർത്തനത്തിൽ അതിൻ്റെ ഊർജ്ജം സംഭരിച്ചു വെക്കുകയും വിനിയോഗം ചെയ്യുകയും എന്നുള്ളതൊക്കെ രാമടിയാരാശനെ പറ്റി കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ വളരെ കൃത്യമായിട്ട് വളരെ അരങ്ങത്തും അതേപോലെ ജീവിതത്തിലും ഇങ്ങനെ പരസ്പരം പകർന്ന് അരങ്ങത്തെ പല കാര്യങ്ങളെയും ജീവിതത്തിലേക്കും ജീവിതത്തിലെ പല അനുഭവങ്ങളെയും അരങ്ങിലേക്കും കൊണ്ടുവന്ന് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഒരു പൂർണ്ണത നേടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് മറ്റ് പരിഭ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം കെട്ടുന്ന വേഷങ്ങളിൽ കാലയത്തിൽ അർജുനും അതുപോലെ കൃമേത്തടമത്തലോ അതൊക്കെ താരതമ്യേന കുറവ് പോവും. അതൊക്കെയാണ് ആദ്യം വരുന്നത്. അവസാനം വരുന്ന വേഷങ്ങളാണ് കൂടുതലും. ചില ഇപ്പോൾ രാജസൂയൊക്കെ ആണെങ്കിൽ അന്നൊക്കെ നാണുനാരാശൻ്റെ ജരാസന്ധം കഴിഞ്ഞിട്ട് രാമടേശൻ വരിക. രാമടേശൻ അതിലൊരു പരിഭ്രമമില്ലല്ലോ. നാണുനാര അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വരുന്നത്. അങ്ങനത്തെ കഥകളിയിലെ ഏത് സമയത്തും എന്നുവെച്ചാൽ ആദ്യത്തെ വേഷമാണോ അവസാനത്തെ വേഷമാണോ ഇടയ്ക്ക് ഇതൊന്നും പരിഗണിക്കാതെ അതൊക്കെ തൻ്റെ വേഷം കാണാൻ തൻ്റെ വേഷം ആസ്വദിക്കാനുള്ളവരൊക്കെ അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ആത്മധൈര്യവും ഉള്ള രീതിയിലാണ് അദ്ദേഹം എല്ലാ വേഷങ്ങളെയും. അങ്ങനത്തെ ഒരാളെ നമുക്ക് എന്താ പറയുക ഓർമ്മിക്കാൻ ഈ വാക്കുകളൊന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അനുസ്മരണം എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രമായി ഞാൻ സൂക്ഷിക്കുന്ന ചില അനുസ്മരണങ്ങൾ ചില അനുഭവങ്ങൾ പറയുക എന്നേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ആശാൻ്റെ വേഷങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പുതുതലമുറ അങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല.
കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് ആ വേഷങ്ങൾ കാണൽ തന്നെ ഒരു വലിയ കഥകളി പഠനമാണ്, കഥകളി ആസ്വാദനമാണ്. അതിനും കൂടി പുതുതലമുറ അതിന് ഒരുങ്ങേണ്ടതുണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ആശാൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ രാമൻകുട്ടി ആശാനെ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പുല്ലാനിക്കാട് നാരായണ മാഷ്ക്ക് നന്ദി. നമ്മൾ കേട്ടിട്ടുള്ളത് രാമൻകുട്ടി ആശാൻ കലാമണ്ഡലത്തിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം നിശബ്ദമാവും എന്നൊരു, അതിന് വ്യത്യസ്തമായിട്ട് കുട്ടികളെ പോലും കയ്യിലെടുത്ത ഒരു സരസനായിട്ട് കഥകളി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരനുഭവവും അതുപോലെയുള്ള കുറേ അനുഭവങ്ങളും നമുക്ക് പകർന്നു തന്ന ഈ വേറിട്ട കാഴ്ചയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയും പറയാം. നമ്മൾ കഥകളി മാത്രമല്ലല്ലോ കഥകളി ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ഒരുപാട് കലാരൂപങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാട്ട പരിചയം എന്നൊരു ഇത് നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ. അത് ഇവിടുത്തെ അമ്മന്നൂർ ചാക്യാർ സ്മാരക ഗുരുകുലമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പരമ്പര തന്നെ നടത്തുന്നുണ്ട്. ഇനി ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ തോരണയുദ്ധം കഥകളി അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം. രാമൻകുട്ടി ആശാൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കലാനിലയം ഗോപിയും കലാമണ്ഡലം സോമനും ആശാൻ അനശ്വരമാക്കിയ ഹനുമാനെയും രാവണനെയും ഇവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അവരുടെ ഈ പ്രായത്തിൽ രാമൻകുട്ടി ആശാൻ നമ്മളെയൊക്കെ എത്രത്തോളം അരങ്ങത്ത് പ്രവർത്തിച്ച് സന്തോഷിപ്പിച്ച വേഷങ്ങൾ അന്ന് ഇതിവിടെ ശിഷ്യർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കഥകളി ക്ലബിനും അത് അങ്ങനൊരു അവസരം കിട്ടിയ ഇതിൽ ഞങ്ങൾക്കും ഒരു സന്തോഷ വാർത്ത കൂടി കൂട്ടത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥകളിയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട 2 വേഷക്കാരെയും ഗോപിക്ക് ഈ അടുത്ത ദിവസം ഇന്നലെ കേരള ക്ഷേത്ര കലാ അക്കാദമിയുടെ കഥകളിക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ള സന്തോഷം നമ്മൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തെ അനുമോദിക്കുന്നു. സോമൻ്റെ ഷഷ്ടിപൂർത്തി ഡിസംബറിൽ സോമദ്യുതി എന്ന പേരിൽ വളരെ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടാൻ പോവുകയാണ്. സോമനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കളി അവസാനിക്കുന്നതോടുകൂടി ക്ലബിൻ്റെ ഒരു ആദരം അവർ 2 പേർക്കും ചെയ്യുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവാവൂന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കഥകളി തുടങ്ങാനായിട്ട് എല്ലാ കലാകാരന്മാരെ ക്ഷണിക്കുന്നു. സദസ്സിന് സ്വാഗതം.